കുക്കറിൽ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി പരിപ്പ് പ്രഥമൻ്റെ റെസിപ്പിയാണ് കേട്ടോ ഇന്ന്. 1-2 കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നല്ല അടിപൊളി പരിപ്പ് പ്രഥമൻ കുക്കറിൽ തയ്യാറാക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1/2 കപ്പ് ചെറുപയർ പരിപ്പ് എടുത്തിട്ടുണ്ട്. ഈ ചെറുപയർ പരിപ്പ് നമ്മൾ നന്നായിട്ട് വറുത്തെടുക്കണം കേട്ടോ. നല്ല ഭംഗിയായിട്ട് തന്നെ കളറ് മാറി വരുന്നത് വരെ വറുത്തെടുക്കണം. നമ്മുടെ ഈ പായസത്തിൻ്റെ ഒരു രുചി രഹസ്യം എന്ന് പറഞ്ഞാൽ തന്നെ ഈ ചെറുപയർ പരിപ്പ് ഇതുപോലെ വറുത്തെടുക്കുന്നതാണ്. ഇപ്പോൾ നമ്മുടെ പരിപ്പിൻ്റെ കളറൊക്കെ നന്നായിട്ട് മാറി വന്നിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് കഴുകിയെടുക്കണം. നമ്മളിത് കഴുകിയിട്ടല്ല വറുക്കുന്നത്, വറുത്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകിയെടുക്കുകയാണ് ചെയ്യുന്നത്. നന്നായിട്ട് കഴുകിയെടുത്ത ശേഷം നമുക്ക് വേവിക്കാനായിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. 1/2 കപ്പ് ചെറുപയർ പരിപ്പിന് 2 കപ്പാണ് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നത്. വെള്ളം ഒഴിച്ചു കൊടുത്ത് മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ മതിയാവും നമുക്കിത് വെന്ത് കിട്ടാൻ. അപ്പോൾ അത് വേവുന്ന സമയം കൊണ്ട് നമുക്ക് വേറെ കുറച്ച് കാര്യങ്ങളൊക്കെ റെഡിയാക്കി വെക്കാം. ശർക്കര ഒന്ന് ഉരുക്കി വെക്കണം. 1/4 കപ്പാണ് കേട്ടോ ഞാൻ ശർക്കര എടുത്തിരിക്കുന്നത്. 1/4 കപ്പിന് ഒരു മീഡിയം മധുരം ഉണ്ടാവുള്ളൂ. മധുരം കൂടുതൽ വേണമെങ്കിൽ കുറച്ചുകൂടെ ശർക്കര കൂട്ടിയെടുക്കുക കേട്ടോ. ഇതിലേക്ക് ഒരു 1/2 കപ്പിൽ കുറച്ചുകൂടെ കൂടുതൽ വെള്ളം ഒഴിച്ച് നല്ല പാനിയാക്കിയ ശേഷം അരിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. അടുത്തത് തേങ്ങാപ്പാലിനായിട്ട് ഒരു തേങ്ങ ചിരകിയെടുത്തതിലേക്ക് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 1-ാം പാലും 2 ഗ്ലാസ് വെള്ളം ഒഴിച്ച് 2-ാം പാലും എടുത്ത് പിഴിഞ്ഞ് റെഡിയാക്കി വെക്കുന്നു. കുക്കറിൻ്റെ പ്രഷറൊക്കെ മുഴുവനായിട്ട് പോയ ശേഷം നമുക്ക് കുക്കർ തുറക്കാം. നമ്മുടെ പരിപ്പൊക്കെ നന്നായിട്ട് വെന്തിരിപ്പുണ്ട്. ഇനി ഇതുപോലൊരു കയ്യിലുകൊണ്ട് ഒന്ന് ഉടച്ചെടുക്കുക കേട്ടോ. എന്തെങ്കിലുമൊക്കെ ചെറിയ ഉടയാതെ കിടക്കുന്നതൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് ഈ കയ്യിലുകൊണ്ട് അങ്ങ് ഉടച്ചെടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ശർക്കരപ്പാനി ചേർക്കാം. ശർക്കരപ്പാനി ചേർത്ത ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നന്നായിട്ട് തന്നെ ഇതൊന്ന് കുറുക്കി വറ്റിച്ചെടുക്കണം. ഇതുപോലെ നന്നായിട്ടൊന്ന് കുറുകിതാ ഇതുപോലെ വറ്റി കിട്ടണം. ഇനി ഇതിലേക്ക് 2-ാം പാല് ചേർക്കാം. 2-ാം പാലിൻ്റെ കൂടെ തന്നെ 1/2 സ്പൂൺ ഏലക്കാപ്പൊടിയും 1/4 സ്പൂൺ വീതം ചുക്ക് പൊടിച്ചതും അതുപോലെ ജീരകം പൊടിച്ചതും ചേർക്കണേ. ഞാനത് എടുത്തപ്പോൾ ഇതിനകത്തേക്ക് റെക്കോർഡായില്ല, മറക്കാതെ അതും ചേർക്കുക. ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ച് ഒന്ന് കുറുക്കിയെടുക്കണം. ഒരു 3 മിനിറ്റ് നേരത്തോളം മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കണം. അപ്പോൾ നമുക്കൊന്ന് കുറുകി കിട്ടും. അതിന് ശേഷം വേണം നമ്മൾ 1-ാം പാല് ചേർക്കാൻ. കണ്ടോ, ഈ ഒരു പരുവത്തിന് കിട്ടണം. എങ്കിൽ മാത്രം നമ്മുടെ ആ പായസത്തിന് ആ ഒരു പ്രത്യേക ഒരു രുചി കിട്ടുകയുള്ളൂ. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ 1-ാം പാല് ചേർക്കുകയാണ്. 1-ാം പാല് ചേർത്ത് കഴിഞ്ഞാൽ പിന്നെ അത് തിളപ്പിക്കില്ല. 1-ാം പാല് ചേർത്ത് ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യണം. ഇനി ഇതിലേക്ക് നമുക്ക് വറുത്തിടണം. ഒരു 3-4 സ്പൂണോളം നെയ്യെടുത്ത് അതിലേക്ക് ഒരു 2-3 സ്പൂൺ തേങ്ങാക്കൊത്ത് ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കളറ് മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് ഒരു പിടി കശുവണ്ടി കൂടെ ചേർക്കാം. കശുവണ്ടി ഒന്ന് മൂത്ത് തുടങ്ങിയാൽ നമുക്കതിലേക്ക് ഒരു പിടി ഉണക്കമുന്തിരി കൂടെ ചേർത്ത്, ഉണക്കമുന്തിരി ഒന്ന് വീർത്ത് വരുന്ന ഒരു പരുവമുണ്ടല്ലോ, ആ പരുവത്തിൽ നമ്മുടെ പായസത്തിലേക്ക് ചേർത്ത് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. സിമ്പിളായിട്ട് നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു പായസമല്ലേ. അപ്പോൾ ഇതുപോലെ തന്നെ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. പുതിയൊരു വെറൈറ്റി റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്